ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത ഏത് സ്ക്വാഡാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾ ആദ്യം നമ്മുടെ ചാനലാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. നമ്മൾ 900 സബ്ലോട്ട് അടുത്താണ്. ഓക്കെ, നമുക്ക് എന്തായാലും യുണൈറ്റഡിനെ സെലക്ട് ചെയ്യാം. കറൻ്റ്ലി യുണൈറ്റഡ് കിട്ടില്ലെങ്കിലുള്ള സൈനിങ്സൊക്കെ നടത്തിയിട്ടുണ്ട്. എംബുഎമോ, മത്താസ് കുഞ്ഞ, ബെഞ്ചമിൻ സെസ്കോനെ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവർ ഒരു കളി അങ്ങനെ ജയിച്ചിട്ടുള്ളൂ. 2 കളി കഴിഞ്ഞു, ഒരു കളി കഴിഞ്ഞു എന്ന് തോന്നുന്നു. അവർ സൈനിങ് ഒന്നും വലിയ രീതിക്ക് ഇത് അവർക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇമ്പാക്റ്റ് നമ്മുടെ സ്ക്വാഡിൽ ഓൾറെഡി 2 യുണൈറ്റഡ് പ്ലെയേഴ്സ് ഉണ്ട്, ഒരു ലെഫ്റ്റ് ബാക്കും ഒരു സെൻറ്റർ ബാക്കും. സോ നമുക്കൊരു റൈറ്റ് ബാക്കും സെൻറ്റർ ബാക്കും മാത്രമാണ് ഡിഫൻസിലോട്ട് ആവശ്യമുള്ളത്. നമുക്ക് എന്തായാലും സെർച്ച് ചെയ്യാം. ഓക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കിട്ടി. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, വാല്യൂ ഇതാക്കി നോക്കാം ഗൈസ്. സോഡേക്കാട്ടിൻ്റെ കാർഡൊക്കെ എങ്ങനെയാണ് വന്നത് ഇതിനകത്ത്? ടീം 2 എന്നാണ് ഇത് കിടക്കുന്നത്. ഓ ഗൈസ്, നോക്കട്ടെ. ഗൈസ്, നമ്മളെ ആഴ്സണലിൻ്റെ പ്ലേയേഴ്സും കിടപ്പുണ്ട്. നമുക്കെന്തായാലും ടീം 2 എന്നുള്ള സാധനം മാറ്റണം. ഓക്കെ, ഞാൻ ആഴ്സണലിനെയും കൂടി സെലക്ട് ചെയ്തായിരുന്നു തുടക്കത്തിൽ. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരായി പോയത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കാം. കിട്ടില്ലെങ്കിലും പ്ലേയേഴ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മാർട്ടിനസിൻ്റെ കാർഡ്, ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാർഡ് എങ്ങനെയുണ്ട് എന്ന് അറിയത്തില്ല. പുള്ളീൻ്റെ കാർഡ് എന്തായാലും ആവശ്യമാണ്, കാരണം പുള്ളി ഇപ്പോൾ യുണൈറ്റഡിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, എന്തായാലും നമുക്കത് നോക്കാം. സോ അടുത്ത ആഴ്ച നമുക്ക് ഡിയാഗോ ഡയലോട്ടിൻ്റെ കാർഡ് നോക്കാം. റൈറ്റ് ബാക്കിലോട്ട് മസറായിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു. സ്റ്റിൽ നമുക്ക് എന്തായാലും ഒരെണ്ണമെന്ന് എല്ലാത്തിനും നല്ല ലിസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരെണ്ണം എന്താക്കി വെച്ച് നോക്കാം. കിട്ടിയാൽ കിട്ടി. ഓക്കെ, സോ അടുത്തായിട്ട് നമുക്ക് എറിക്സൻ്റെ കാർഡ് വാങ്ങാം. എറിക്സൺ ഇപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് വേറെ ടീമിലോട്ട് പോയി. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് കാർഡ് അവൈലബിൾ ആണ്. ആൻഡ് നമ്മളെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാർഡും ആവശ്യമുണ്ട്. സോ നമുക്ക് എന്തായാലും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ 105 റേറ്റഡ് കാർഡ് വാങ്ങാം. ഓക്കെ, കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണ്. സോ ഈ അടുത്തായിട്ട് എനിക്ക് ഒനാനേൻ്റെ ഒരു കാർഡ് വാങ്ങണം. ഒനാനേൻ്റെ ഞാൻ മിക്ക കാർഡും നോക്കി, എല്ലാത്തിനും നല്ല ലിസ്റ്റിംഗ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം ഗൈസ്, കിട്ടുമായിരിക്കണം. ഓക്കെ, മറ്റേത് റെഡിയാണ്. ഡിയാഗോ ഡയലോട്ടിൻ്റെ കാർഡ് റെഡിയാണ്, കിട്ടിയിട്ടുണ്ട്. സോ ഈ അടുത്തായിട്ട് നമുക്ക് മിഡിലോട്ട് ഉഗാർട്ടേൻ്റെ കാർഡ് നോക്കണം. ഉഗാർട്ടയുടെ കാർഡ് കുഴപ്പമില്ലായിരിക്കണം, നമുക്ക് എന്തായാലും വാങ്ങാം. CDM കളിപ്പിക്കാം. ബട്ട് വാല്യൂ വൈസ് അതിനകത്ത് 500 കിടക്കുന്നത്. പക്ഷെ ഇത് ചേഞ്ച് ആവുന്നില്ല, എന്തെങ്കിലും ബഗ് കാരണമായിരിക്കണം. നമ്മൾ കൊടുത്തു നോക്കാം. ആകുന്നില്ല, കുഴപ്പമില്ല, എന്തായാലും നമുക്ക് കിട്ടുമായിരിക്കും. സോ അടുത്തായിട്ട് നമുക്ക് റാഷ്ഫോർഡിൻ്റെ ഒരു കാർഡ് വാങ്ങാം. കാരണം റാഷ്ഫോർഡ് അത്രയ്ക്ക് ഒരു കിടിലൻ പ്ലെയർ ആയിരുന്നു യുണൈറ്റഡിൽ. കറൻ്റ്ലി ബാഴ്സയിലോട്ട് പോയിട്ടുണ്ട്. സോ അടുത്ത നമ്മളെ സെർക്സീൻ്റെ കാർഡാണ്. പുള്ളിയും യുണൈറ്റഡ് വിട്ടിട്ടുണ്ട് എന്തായാലും. ഈ യുണൈറ്റഡ് കിട്ടില്ല സൈനിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ പ്ലേയേഴ്സിനൊക്കെ വിട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ, നമുക്ക് അടുത്ത ഏത് ടീമിൻ്റെ ആണെന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസം നമുക്ക് കസമീരോൻ്റെ ഒരു കാർഡ് വാങ്ങാം. കസമീരോ ഇപ്പോഴും ഉണ്ട്. കസമീരോ അവരുടെ ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. ഓക്കെ, നമ്മളെ പ്ലെയേഴ്സൊക്കെ റെഡിയാണ്. ഒനാനെ ഒഴികെ ബാക്കി എല്ലാവരും റെഡിയാണ്. രണ്ടുപേരും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്ക്വാഡ് ഉള്ളതുകൊണ്ട് തന്നെ 241 മില്യണാണ് ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. നീ നമുക്ക് ഒനാനേൻ്റെ ഒരു കിടിലൻ കാർഡ് നോക്കണം. ഓക്കെ, ഞാൻ എത്ര നോക്കിയിട്ടും കിട്ടിയിട്ടില്ല ഗൈസ്. എല്ലാത്തിനും നല്ല ലിസ്റ്റിംഗ് ആയിരുന്നു. സോ നമുക്ക് എന്തായാലും ഒരു ബേസ് കാർഡ് തന്നെ വാങ്ങേണ്ടി വരും. 14 മില്യൺ. കുഴപ്പമില്ല ഗൈസ്. ഗോൾ കീപ്പർ മാത്രമേ ചെറിയ റേറ്റിംഗ് ഉള്ളൂ, ബാക്കി എല്ലാവരും ഏകദേശം 100ൻ്റെ മേലെ റേറ്റിംഗ് ഉണ്ട്. 100 OVR മേളൊന്നും താഴെപ്പില്ല. മിക്കവാറും നമ്മൾ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് OVR സ്കോഡ് മേ ബി ഇതായിരിക്കണം, യുണൈറ്റഡിൻ്റെ ആയിരിക്കണം. ഓക്കെ, റെഡിയാണ്. ഒനാന റെഡിയാണ്. ഒനാന കറൻ്റ്ലി പോയിട്ടുണ്ട് എന്തായാലും. വേറെ ആരും വന്നേന്ന് എനിക്കറിയില്ല, ആരും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും എല്ലാവരും പിടിച്ച് സ്കോഡിലോട്ട് ഇടാം. കറൻ്റ്ലി നമ്മളെ സ്കോഡിൽ
ഷോയുടെ ഒരു കാർഡുണ്ട്, പിന്നെ ഹെവൻ്റെ ഒരു കാർഡുണ്ട്. ബാക്കിയുള്ള നൈസ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഓക്കെ, ഉഗാർട്ടെ ലൈസ് നമുക്ക് ഫസ്റ്റ് റാഷ്ഫോർഡിന് ആക്കാം. ആൻഡ് നമുക്ക് ഫോർമേഷൻ മാറ്റേണ്ടി വരും, കാരണം നമ്മൾ 2 സ്ട്രൈക്കറെയാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് റൈറ്റ് വിങ്ങോ ലെഫ്റ്റ് വിങ്ങോ അങ്ങനെ യുണൈറ്റഡിൽ അവർ കളിപ്പിച്ചിട്ടില്ല മര്യാദയ്ക്ക്. കാരണം അവർ 3 സെൻറ്റർ ബാക്കിനെ വെച്ച് കളിപ്പിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മഗ്വയറും ലിസാൻഡ്രോ മാർട്ടിനസും അതുപോലെ തന്നെ ലെനിയോറോനൊക്കെ വെച്ചിട്ട് വീട്ടിലെ ഫോർമേഷൻ കിട്ടണം കേസ്, എന്നാലേ നമുക്ക് കളിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു കേസ്. CDM അറ്റാക്കിംഗ് മിഡ് ഓക്കെ. ബ്രൂണോ ഫെർണാണ്ടസിന് ഉഗാർട്ടയ്ക്കൊക്കെ കിടലായിരിക്കണം. അങ്ങനെ എന്തായാലും ഇത് സെലക്ട് ചെയ്യാം. 2 സ്ട്രൈക്കറിനുള്ള സ്ലോട്ടും ഉണ്ട്. ഓക്കെ, നമുക്ക് അതിൽ ഉഗാർട്ടേനെ CDMലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ബ്രൂണോ ഫെർണാണ്ടസിനെ അറ്റാക്കിംഗ് മിഡിലോട്ട് കൊണ്ടുവരാം. കസമീരോനെ ഈ തൽക്കാലം റൈറ്റ് മിഡിൽ ഇടാം. പിന്നെ ഇത് നമുക്ക് ഡലോട്ടിനെ റൈറ്റ് ബാക്കിലും എറിക്സണെ സെൻറ്റർ മിഡിലല്ല ലെഫ്റ്റ് മിഡിൽ കളിപ്പിക്കാം. പിന്നെയുള്ള ഈ നമുക്ക് ലിസാൻഡ്രോ മാർട്ടിനസിനെ സെൻറ്റർ ബാക്കിലിടാം. ഓക്കെ, ഒനാനേനെ ഗോൾ കീപ്പറായിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മളെ സെസ്കിനെ സ്ട്രൈക്കറായിട്ട് ഇടാം. മേ ബി നമുക്ക് ഉഗാർട്ടേനെയും കസമീരോനെയും മാറ്റാം, കാരണം ഉഗാർട്ടയ്ക്ക് അവിടെയും നല്ല OVR ഉണ്ടാവും. ഓക്കെ, നമുക്ക് സബിൽ നിന്ന് ജാക്സൺ ഒഴിവാക്കാൻ കഴിയും. അന്നേരം മേ ബി കുറച്ചെങ്കിലും OVRലൊരു മാറ്റം ഉണ്ടാവണം. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക.